അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ദേവിക പ്രകാശ്, 8th C. ഞാൻ ദേവാംഗന പി, 8th A. പ്രിയപ്പെട്ടവരെ, ഇത് വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ 200ാമത്തെ എപ്പിസോഡാണ്. ലോകം മുഴുവൻ കോവിഡ് പടർന്നു പിടിച്ച ഒരു കാലത്ത് 2020 ഓഗസ്റ്റ് 1 ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വിദ്യാലയത്തിലെ മലയാളം അധ്യാപകനായിരുന്ന, ഇപ്പോൾ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീ നവാസ് സാറിന്റെയും, നമ്മുടെ സ്കൂളിലെ ബയോളജി അധ്യാപികയായിരുന്ന, ഇപ്പോൾ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപികയായ ശ്രീമതി നമിത ടീച്ചറുടെയും, നമ്മുടെ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ രാജീവ് സാറിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഈ തനത് പരിപാടി ഇപ്പോൾ 200ാമത്തെ എപ്പിസോഡിന്റെ നിറവിൽ എത്തിയിരിക്കുകയാണ്. 200 എപ്പിസോഡുകളിലായി ഇതുവരെ 120ൽ പരം അവതാരകരെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കഴിഞ്ഞ വർഷത്തെ മികവ് 2024 പ്രോഗ്രാമിൽ സംസ്ഥാന തലത്തിൽ മത്സരിക്കുകയും പ്രത്യേക പരാമർശം നേടുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. കഴിഞ്ഞുപോയ 5 വർഷങ്ങൾ, ഇക്കാലങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനങ്ങൾക്കും സഹകരണങ്ങൾക്കുമുള്ള വിദ്യാഗീതം സ്കൂൾ റേഡിയോ ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അറിവിന്റെ പുതിയ ആകാശം തേടിയുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ് നിങ്ങളുടെ കൂടെ. ഇന്ന് ഫെബ്രുവരി 22. മലയാള ചലച്ചിത്ര ലോകത്തെ ശ്രദ്ധേയനായ പിന്നണി ഗായകനായിരുന്ന KP ബ്രഹ്മാനന്ദന്റെ ജന്മദിനം ഇന്നാണ്. വിദ്യാഗീതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ബ്രഹ്മാനന്ദനെ കുറിച്ചുള്ളതാണ്. ഞാൻ കാത്തുനിന്നു 1946 ഫെബ്രുവരി 22 തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂരിൽ ജനിച്ച ബ്രഹ്മാനന്ദൻ 12ാം വയസ്സിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. കടയ്ക്കാവൂർ സുന്ദരം ഭാഗവതർ, DK ജയറാം എന്നിവർക്കു കീഴിൽ സംഗീതം അഭ്യസിച്ച ബ്രഹ്മാനന്ദൻ അഖിലേന്ത്യാ റേഡിയോയുടെ മികച്ച ലളിതഗാനത്തിനുള്ള പുരസ്കാരം നേടിയതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. കാൽ നൂറ്റാണ്ടോളം ചലച്ചിത്ര ലോകത്ത് സജീവമായിരുന്നിട്ടും 100ഓളം പാട്ടുകൾ മാത്രമേ ബ്രഹ്മാനന്ദൻ ആലപിച്ചിട്ടുള്ളൂ. എങ്കിലും ശ്രോതാക്കളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരു പിടി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. യേശുദാസ്, ജയചന്ദ്രൻ എന്നീ ഗായകരുടെ പ്രതാപകാലത്ത് ചലച്ചിത്ര ലോകത്തെത്തിയ ബ്രഹ്മാനന്ദൻ ഇവർക്കൊപ്പം മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയിരുന്നു. രാഘവൻ സംഗീത സംവിധാനം നിർവഹിച്ച കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി പാടി 1969 ചലച്ചിത്ര ലോകത്തെത്തി. ഈ സിനിമയ്ക്ക് വേണ്ടി ബ്രഹ്മാനന്ദൻ ആലപിച്ച മാനത്തെ കായലിൽ എന്ന ഗാനം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നായി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു, താമരക്കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി
വന്നടുത്തു താമര. ആലാപന ശുദ്ധിയും നാടകീയമായ വിസ്തൃതിയും പ്രണയാതുരവും ഭാവതീവ്രവുമായിരുന്നു ബ്രഹ്മാനന്ദന്റെ പാട്ടുകളുടെ സവിശേഷതകൾ. രാഘവൻ, വി ദക്ഷിണാമൂർത്തി, എം.K. അർജുനൻ, A.T. ഉമ്മർ, R.K. ശേഖർ എന്നീ സംഗീത സംവിധായകർക്ക് കീഴിലാണ് ബ്രഹ്മാനന്ദൻ മിക്ക ഗാനങ്ങളും ആലപിച്ചത്. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി തെക്കൻ കാറ്റ് എന്ന ചിത്രത്തിലെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ താരകരൂപിണി എന്നീ ഗാനങ്ങളും ഈ ഗായകന്റെ സ്വരത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ മലയാളത്തിനു പുറമെ തമിഴിലും ഏതാനും സിനിമകൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇളയരാജ, ശങ്കർ ഗണേശ് എന്നീ സംഗീത സംവിധായകർക്ക് വേണ്ടിയായിരുന്നു തമിഴിൽ ബ്രഹ്മാനന്ദൻ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് ശ്രീകണ്ഠപുരം നെടിയങ്ങയിലുള്ള റിട്ടയർഡ് സംഗീത അധ്യാപകൻ ശ്രീ അനൂപ് മാഷാണ്. ബ്രഹ്മാനന്ദന്റെ പ്രശസ്ത ഗാനം അനൂപ് മാഷ് ആലപിക്കുന്നു. താരകരൂപിണി നീയെന്നുമെന്നുടെ ഭാവനാരോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി നിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. നിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. സ്വപ്ന നക്ഷത്രമേ നിൻചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും. താരകരൂപിണി കാവ്യവൃത്തങ്ങളിലോ മനെ നീ നവമാഗന്ധമഞ്ജരി ആയിരിക്കും. എൻമണി വീണ തൻ രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും. താരകരൂപിണി ഹർഷവർഷ നിശീഥിനിയിൽ നമ്മൾ ഈണവും താളവുമായിണങ്ങി. ഈ ജീവസംഗമ ധന്യത കാണുവാൻ
മാലതും അണിഞ്ഞൊരുങ്ങി താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവനാരോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി. പ്രിയപ്പെട്ട വിദ്യാഗീതം റേഡിയോ ക്ലബ് അംഗങ്ങളെ, നിങ്ങൾക്ക് നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്ന് മലയാളത്തിൽ പ്രശസ്ത ഗായകനായിരുന്ന KP ബ്രഹ്മാനന്ദന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ നാടകങ്ങൾക്ക് പിന്നണി പാടിക്കൊണ്ടായിരുന്നു ബ്രഹ്മാനന്ദൻ സംഗീത രംഗത്ത് സജീവമായത്. കടയ്ക്കാവൂർ സുന്ദരൻ ഭാഗവതരുടെ കീഴിൽ 12 വയസ്സ് മുതൽ അദ്ദേഹം സംഗീതം പഠിച്ചു. ബ്രഹ്മാനന്ദൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഡാൻസർ ഗുരു ചന്ദ്രശേഖരൻ നായരുടെ ഓപ്പറയിൽ പാട്ടുകാരനായി. അമേരിക്ക, ലണ്ടൻ, ബഹ്റൈൻ തുടങ്ങിയ നിരവധി വിദേശ രാജ്യങ്ങളിൽ ബ്രഹ്മാനന്ദൻ സംഗീത പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കലും പാട്ടുലോകത്തെ പന്തയങ്ങളുടെ ഭാഗമായിരുന്നില്ല ബ്രഹ്മാനന്ദൻ. അവസരങ്ങൾക്ക് പിറകെ അലയാതെ കിട്ടിയ പാട്ടുകൾ ഹൃദയം പകർന്നു പാടി അനശ്വര ഗാനശില്പങ്ങളാക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. പക്ഷെ അത്തരം പാട്ടുകൾ അപൂർവമായേ ആദ്യകാലത്ത് അദ്ദേഹത്തെ തേടി വന്നു. സിനിമയുടെ ബോക്സ് ഓഫീസ് സമവാക്യങ്ങളിൽ ഇടം നേടുക ദുഷ്കരമായിരുന്നു അന്നത്തെ അന്തരീക്ഷത്തിൽ. ബ്രഹ്മാനന്ദനെ പോലൊരു ഗായകന് കാത്തിരിപ്പ് അനന്തമായി നീണ്ടപ്പോൾ സ്വാഭാവികമായും അവസരങ്ങൾ കുറഞ്ഞു. വരുമാനവും ജീവിത പ്രാരാബ്ധങ്ങളായി സന്തത സഹചാരികൾ. ആയിടയ്ക്ക് ഒരിക്കൽ ട്രെയിൻ യാത്രക്കിടെ യാദൃച്ഛികമായി ഒരു പാട്ട് ബ്രഹ്മാനന്ദന്റെ കാതിൽ വന്നു വീഴുന്നു. ഇന്റർവ്യൂ എന്ന ചിത്രത്തിൽ വയലാർ ദക്ഷിണാമൂർത്തി ടീമിന് വേണ്ടി താൻ തന്നെ പാടി അനശ്വരമാക്കിയ ഗാനം. കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം, കണ്ണില്ലാഞ്ഞിട്ടും ദുഃഖം, കണ്ണുണ്ടായിട്ടും ദുഃഖം, ദുഃഖമയം 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 ജീവിതം. കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം, കണ്ണില്ലാഞ്ഞിട്ടും ദുഃഖം, കണ്ണുണ്ടായിട്ടും ദുഃഖം, ദുഃഖമയം 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 ജീവിതം. നിഷേധാത്മക ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർന്നത് അപ്പോഴാണ്. മുന്നിൽ ഒരു അന്ധഗായകൻ ജീവിതമേൽപ്പിച്ച കനത്ത ക്ഷതങ്ങളുടെ തീരാവേദനയുമായി യാത്രക്കാരുടെ മുന്നിൽ ഭിക്ഷാപാത്രം നീട്ടി പാടുകയാണ് അയാൾ. ആരൊക്കെയോ പാത്രത്തിൽ നാണയങ്ങൾ വിതറുന്നു. തൊണ്ട കീറിപ്പാടി നേടിയ സമ്പാദ്യവുമായി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് സംതൃപ്തിയോടെ നീങ്ങുന്നു ഭിക്ഷാടകൻ. നമ്പരത്തോടെ ആ കാഴ്ച കണ്ടിരിക്കുകയാണ് ബ്രഹ്മാനന്ദൻ, ഒന്നും മിണ്ടാനാകാതെ. മലയാളികളെക്കാലവും ഇഷ്ടപ്പെടുന്ന കുറെ നല്ല പാട്ടുകൾ പാടിയിട്ടും ജീവിതത്തിലെ പ്രതിസന്ധി അതിജീവിക്കാൻ അവയൊന്നും തനിക്ക് തുണയാകുന്നില്ല. അതേസമയം മറ്റു ചിലർക്ക് ജീവിതായോധനത്തിനുള്ള മാർഗമായി മാറുന്നു ആ പാട്ടുകൾ. മനുഷ്യന്റെ ജീവിതയാത്രയുടെ പ്രവചനാതീതമായ വഴികളായിരുന്നു ബ്രഹ്മാനന്ദന്റെ ജീവിതം മുഴുവൻ. നന്ദി, നമസ്കാരം. ദുഃഖമയം 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 ജീവിതം. പ്രമേഹബാധിതനായി ഏറെക്കാലം ചികിത്സയിലായിരുന്ന ബ്രഹ്മാനന്ദൻ തന്റെ 58-ാം വയസ്സിൽ 2004 ഓഗസ്റ്റ് 10 മലയാളത്തിന് ഒരു പിടി നല്ല ഗാനങ്ങൾ ബാക്കി വെച്ച് പാട്ടിന്റെ അരങ്ങൊഴിഞ്ഞു. പോലെ കന്യാകുമാരിയും കാശ്മീരും കണ്ണു പൊട്ടന്നൊരു പോലെ കർത്താവും അള്ളാവും അയ്യപ്പനും കണ്ണു പൊട്ടനൊരു പോലെ കണ്ണു പൊട്ടനൊരു പോലെ. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. പ്രിയപ്പെട്ടവരെ, കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങളെത്തും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.